എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെട്ട് കേക്കാണ്. വെട്ട് കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ കടയിൽ കിട്ടുന്ന വലിയ വെട്ട് കേക്കല്ല, മിനി വെട്ട് കേക്കില്ലേ, കുഞ്ഞ് വെട്ട് കേക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കാണുമ്പോൾ അറിയാം. അതുപോലെ ചെറിയ വെട്ട് കേക്കില്ലേ, ഇതിന് തരി കേക്ക് എന്ന് പറയാറുണ്ട്. അതുപോലെ ലൂഡോ കേക്ക് എന്ന് വെച്ചാൽ ലൂഡോയുടെ അത്രയും ചെറുതല്ലേ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ സംഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ എത്ര കഴിച്ചാലും ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്കും ടേസ്റ്റോടു കൂടി എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിലാണ് ഞാനിവിടെ മൈദ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലോട്ട് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ റവ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. റവയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ സോഡാപ്പൊടി എന്ന് പറയത്തില്ലേ, ആ സംഭവമാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് യെല്ലോ കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മൈദ ആവശ്യമായിട്ട് വരും. നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ അളവും 250 ml കപ്പിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിലോട്ട് ഞാനൊരു 7 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കയുടെ തൊലി പൊട്ടിച്ച് തൊലി കളഞ്ഞിട്ട് അകത്ത കുരു മാത്രമാണ് ഈ പഞ്ചസാരയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ പഞ്ചസാര ഏലക്കയോട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. പഞ്ചസാര നല്ല രീതിയോട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ച് തണുപ്പെല്ലാം കളഞ്ഞിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് നല്ലതായിട്ട് ഇതങ്ങ് അടിച്ചെടുത്തോണ്ട് വരാം. ഇതേ റവയൊക്കെ മിക്സ് ചെയ്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിൻ്റെ നടുക്കോട്ട് നമ്മൾ ഈ അടിച്ചെടുത്ത മുട്ടയും പഞ്ചസാരയും ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ച് കൊടുക്കാം. മിക്സിയിൽ നിന്ന് നല്ലതായിട്ട് വടിച്ച് മൊത്തം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് നിങ്ങൾ നോക്കുക. മിക്സ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇത് ലൂസായിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് മൈദ മാറ്റി വെക്കണമെന്ന് പറഞ്ഞില്ലേ, 1-2 ടേബിൾ സ്പൂൺ മാത്രം മൈദയിട്ട് ഇതിനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കത്തില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം. എന്നാൽ ഒത്തിരി അങ്ങ് കയ്യിലൊട്ടിപ്പിടിക്കുന്ന ആ ഒരു ലൂസിൽ ആവുകയും ചെയ്യരുത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തി വേണം ഇത് കിട്ടാൻ. നമ്മളിങ്ങനെ എടുത്തു നോക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കരുത്. ഈ ഒരു പരുവത്തി വേണം ഇത് കിട്ടാനായിട്ട്. നിങ്ങൾ ഈ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് ടൈറ്റായിട്ട് തോന്നിക്കുക എന്നുണ്ടെങ്കിൽ പാലോ വെള്ളമോ ഒന്നും പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത്. അന്നേരം ഒരു മുട്ടയും കൂടെ എടുക്കുക. മിക്സി നല്ലതായിട്ട് അത് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത മുട്ടയിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഇപ്പം ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നു. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് 1 മിനിറ്റ് നല്ലതായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. അന്നേരം നമുക്ക് കുറച്ചൊന്ന് ലൂസായിട്ട് കിട്ടണം. ഞാൻ പറയാം, ഇപ്പം നിങ്ങൾക്ക് മാവ് കാണുമ്പോൾ അറിയാം കുറച്ച് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ റവ ചേർത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ റവ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കും. അന്നേരം മാവ് അങ്ങ് ടൈറ്റ് ആവും കേട്ടോ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസ് വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. നമുക്കത് ഉരുള പോലെ ആക്കിയിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് അടച്ച് വെക്കാം. 1 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. കയ്യിലോട്ട് കുറച്ച് എണ്ണ തേക്കുക. എന്നിട്ട് മുകൾ ഭാഗത്ത് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. കാരണം മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മാവ് അടച്ചു വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇതെടുക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമോ മുട്ടയോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഈ കുഴച്ചെടുത്ത മാവിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഒരു ഭാഗം ഇതുപോലെ കയ്യിലെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അതിനെ ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഉരുട്ടി നല്ലതായിട്ട് ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് മറ്റേത് ഇതുപോലെ കയ്യിലെടുത്ത് അതിനെ ഉരുട്ടി നല്ല രീതിയിൽ ഷേപ്പാക്കി വെക്കുക. ഇവിടെ ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചപ്പാത്തി പലകയുടെ എല്ലാ ഭാഗത്തോട്ടും എണ്ണ അങ്ങ് തേച്ച് കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി പലകയ്ക്ക് പകരം നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡ് എടുക്കാവുന്നതാണ്. എന്നിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ മാവ്, ആ മാവ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്ത് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങളിതിനെ പ്രസ് ചെയ്ത് ഇതിനെ പരത്തിയെടുക്കുക. ഇപ്പോൾ കൈപ്പത്തിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം വെച്ച് നല്ലതായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത്രയും വീതിയിൽ വേണം ഇതിനെ പരത്തിയെടുക്കാൻ. ഒത്തിരി വീതി കുറച്ച് ഇതിനെ പരത്തിയെടുക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കുമ്പോൾ തന്നെ അറിയാം നല്ല വീതിയിലാണ് ഞാൻ ഇതിനെ പരത്തിയെടുത്തിരിക്കുന്നത്. ചപ്പാത്തി കോലൊന്നും വേണ്ട കേട്ടോ. കൈ കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ നമുക്കിതിനെ പരത്തിയെടുക്കാൻ പറ്റുമേ.
എന്നിട്ട് നമുക്കിതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ചായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ 4 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങളെ ഞാൻ വീതി കാണിച്ചു തരാം. കണ്ടില്ലയോ, ഈ ഒരു വീതിയിൽ വേണം നമുക്ക് മാവ് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എത്രയും ചെറുതായിട്ടാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നതെന്ന്. നമ്മളിതിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ വീർത്ത് വരും കേട്ടോ. നമ്മൾ മിനി വെട്ട് കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തെടുത്ത് ഒരെണ്ണം കാണിച്ചു തരാം. കണ്ടോ എത്രമാത്രം വീതിയിലാണ് നമ്മൾ പരത്തിയെടുത്തതെന്ന്. നമുക്ക് ഇതെല്ലാം അടർത്തി എടുക്കാം. പെട്ടെന്ന് നമുക്കിതിനെ ഇങ്ങനെ പീസാക്കി അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. മറ്റേ മാവ് ഇതുപോലെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പരത്തി മാറ്റി വെക്കാം. ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ലതായിട്ട് ചൂടായി വരണം. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ നല്ലതായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ തീ ഫുള്ളങ്ങ് കുറച്ച് വെക്കുക. തീ ഫുൾ കുറച്ച് വെച്ച് 1 മിനിറ്റ് ആയിട്ട് മാത്രമേ നിങ്ങൾ ഈ സംഭവം ഇട്ട് കൊടുക്കാവൂ. കാരണം നമ്മൾ ഇതിലോട്ട് മൈദയും റവയും അതുപോലെ പഞ്ചസാര, അത് മുട്ട ഇതെല്ലാം ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ പെട്ടെന്ന് അങ്ങ് കളറ് മാറി ഇത് ഫ്രൈ ആയി വരും. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം വേഗത്തില്ല. അപ്പോൾ നിങ്ങളത് കോരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം വേകാതിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് എന്തെങ്കിലും നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയി വരികയും ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 5 തൊട്ട് 10 മിനിറ്റിൻ്റെ ഇടയ്ക്കാകുമ്പോൾ തീ ഒന്ന് കൂട്ടി വെച്ച് ഇതിൻ്റെ കളറായി കഴിയുമ്പോൾ ഇതിനെ കോരി മാറ്റാവുന്നതാണ്. ആദ്യം നിങ്ങൾ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വേവും ഫ്രൈ ആവുന്ന രീതി നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് മാത്രം പിന്നെ ആ തീ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം അടുത്തതിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് നമ്മൾ കോരി എടുക്കുന്ന ടൈമിൽ അത്രയും ക്രിസ്പി ആയിട്ടോ ഹാർഡായിട്ടോ വരത്തില്ല. ഇതൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് ഹാർഡായിട്ട് ഇത് വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കുക. കുത്തി നിറച്ച് ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കരുത്. കാരണം ഇത് വീർത്ത് വരും. വീർത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതെല്ലാം കൂടെ ഇളക്കിയെടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറേച്ചിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതൽ ഇതിനിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കരുത്. ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡായി പോകും. അപ്പോൾ നമുക്ക് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കും. അതുകൊണ്ട് കുറഞ്ഞത് ഒരു 10 മിനിറ്റ് മാത്രമേ ഇത് ഫ്രൈ ചെയ്തെടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറച്ചും കെട്ടിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞപ്പോഴത്തെ നല്ല ക്രിസ്പി ആയിട്ട് കിരികിരാന്ന് നല്ല നമ്മൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ചുമ്മാതെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ലതായിട്ട് ചൂടൊക്കെ പോയി തണുത്ത് കഴിയുമ്പം എയർ ടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ നിങ്ങൾക്ക് ഇട്ട് വെക്കാവുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. ശരിക്കും ഇത് വെട്ട് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മധുരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം തന്നെയുണ്ട് കേട്ടോ. ഇത്രയും മധുരം വേണം. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 1/4 കപ്പ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമല്ലേ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് വെച്ചാൽ അതും അറിയിക്കണം കേട്ടോ. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വെട്ട് കേക്ക് മേടിച്ച് കഴിക്കുമ്പോൾ എത്രമാത്രം അതിൽ മായം ചേർക്കുന്നുണ്ടോ സോഡാപ്പൊടി ഇടുന്നുണ്ടോ ഒന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ അടച്ചിരിക്കുന്ന ടൈമിലായാലും കുഞ്ഞുങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടു കൂടി വീട്ടിലിത് ഉണ്ടാക്കി വെക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം.